ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴ കേട്ടോ, നല്ല മഴ, കുറേ ദിവസമായിട്ട് നല്ല മഴ കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. കടലക്കറി ഉണ്ടാക്കണം. കടലാക്രമണമാണ് ഇന്നത്തെ. ദോശയും കൂടി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, ചിലപ്പം മാവ് അത്ര തികയത്തില്ല കേട്ടോ. പുട്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ സമയം തീരെയില്ല. അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ലെങ്കിൽ ബാക്കി പുട്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ എല്ലാവരും എണീറ്റോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? 6 മണിയായപ്പോൾ എണീറ്റ് കേട്ടോ. 6 മണിയായി എണീറ്റ് നേരെ അടുക്കളയിലോട്ട് പോയി. കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഈ മഴയത്ത് എണീക്കാനേ തോന്നുന്നില്ല. എനിക്ക് ഉറങ്ങിയിട്ട് മതിയായില്ല കേട്ടോ. മഴയാകുമ്പോഴാണ് നമുക്ക് എണീക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. എനിക്ക് ഉറങ്ങിയിട്ടും മതിയായില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കണ്ണിങ്ങനെ വലിച്ച് തുറന്ന് എണീറ്റ്. പിന്നെ ഈ ശനി ഞായറും ആണെങ്കിൽ എത്ര മഴയാണെങ്കിലും ആർക്കും പോകണ്ടല്ലോ, അപ്പം നമ്മൾ എണീക്കും. എല്ലാവർക്കും പോവേണ്ട ദിവസമാണ്, നമ്മൾക്ക് എണീക്കാനും മടി. അതെന്താണെന്തോ അങ്ങനെ. ശനി ഞായറും ഞാൻ സ്വിച്ചിട്ട പോലെ കണ്ണുറക്കും. എത്ര മഴയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉണരും. വർക്കിംഗ് ഡേയ്സിലാണ് അവർക്ക് കൂടുതലെന്ന് എനിക്ക് തോന്നണേ. മോനൂന് ചെറിയ ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോനൂട്ടനെ വിടണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാത്രി അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വിക്സൊക്കെ ഇട്ടിട്ടാണ് കിടത്തിയത്. രാത്രി ആകുമ്പോൾ ഫാനിൻ്റെ ഇപ്പം നല്ല മഴയും തണുപ്പും കേട്ടോ രാത്രി. അങ്ങനെ അതുകൊണ്ട് ഞാൻ വിടണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കുക്കിങ്ങിലോട്ട് കടന്നു. കഞ്ഞിക്ക് വച്ചു, ചോറിന് വേണ്ടിയിട്ട് വെച്ചേട്ടോ. പിന്നെ നമ്മൾ കടല വേവിച്ചു. ഞാൻ പറഞ്ഞില്ല ഇന്ന് കടലാക്രമണമാണ്, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ബാക്കി ചെയ്യണം. എനിക്ക് കടല വയ്ക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രീതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുന്നത് വെച്ചാൽ പാൻ വെച്ച് കടുവിട്ട് സവാള ഇട്ട് നമ്മുടെ ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ജസ്റ്റ് നന്നായിട്ട് വാടി വരണം കേട്ടോ. ഒന്ന് കുഴഞ്ഞ രീതിയിൽ വാടി വന്നാലേ കൊള്ളാവേ. ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് ഓയിൽ കുറച്ച് ഡ്രൈ ആയതുപോലെ തോന്നി. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട്. മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇടണേ. എരി അനുസരിച്ചിട്ട് വേണം ഇടാൻ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതും ഒരു ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇവിടെ എരി ഇട്ടാൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല കേട്ടോ. രണ്ടാൾക്കും ഭയങ്കര അയ്യോ എന്ന് പറഞ്ഞ് പിന്നെ കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ആഡ് ചെയ്തില്ല. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ് ഈ കടല വേവിച്ചത് നന്നായിട്ട് അരച്ച് അതും കൂടി ചേർത്തതിന് ശേഷം കടു വറുത്ത് നമ്മൾ. അങ്ങനെയല്ല, അത് വെച്ച് പാടണ്ട പൊന്നു, അത് മാറ്റി. അത് വേണ്ട കണ്ണ, അത് വേണ്ട, അതല്ലാതെ പാടി. അത് വേണ്ട, അത് താത്ത് വെച്ചേ മക്കളെ. സ്ട്രോ ഇത് നിക്കറ് പൊന്നിയാണ് ഇട്ടത്. ടീച്ചിട്ട വാല് ഫ്രണ്ട് ബാക്കിൽ. പാടി കഴിഞ്ഞാ? ഇത്രയേ ഉള്ളൂ ആ പാട്ട്. ഇന്ന് നേഴ്സറി പോണില്ലേ മുത്തേ? എന്ത് പോകാത്ത? എന്ത് കാര്യം പറഞ്ഞേ? എന്ത് വിഷമം? എന്ത് പോവാത്തെന്ത്? എന്ത് നേഴ്സറി പോവാത്തെന്ത്? അതല്ല വാവ എന്തെന്ന് നേഴ്സറി പോകാത്തത്? അമ്മ സ്റ്റിച്ച് ചെയ്യണ്ടേ എന്നൊക്കെയാണ് പറയണേ. സ്റ്റിച്ച് ചെയ്യണ്ടേ നമുക്ക്, എന്നിട്ട് കിടന്നുറങ്ങണ്ടേ എന്നാണ് പറയണേ കേട്ടോ. ഇടയ്ക്ക് അവൻ്റെ ഡ്രസ്സ് ഞാൻ തുന്നിക്കൊടുത്ത, അതുകൊണ്ട് പറഞ്ഞാണ്. എന്നിട്ട് നമ്മൾ മീൻകറി വെക്കുകയാണ്. മീൻകറി വെക്കുന്നതിന് നല്ല തൊണ്ടമുളകും തക്കാളിയും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുടം പുളിയൊക്കെ ഇട്ട് വെച്ച മീനാണ് കേട്ടോ. അപ്പോൾ ചൂര മീനാണ് വെക്കുന്നത്. നമ്മുടെ ഇവിടെ ചൂര എന്നാണ് പറയണത് കേട്ടോ. വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ പേരാണ് പറയണത്. ഇവിടെ ഭയങ്കര മഴ.
ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീനിടുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മീൻ എന്നിട്ടാണ് ഇടുന്നത്. പിന്നെ ഞാൻ കുറച്ച് തൊണ്ടമുളക് എന്ന് പറയുന്നത് മറ്റേ ഉണ്ടമുളകില്ല, അതിനാണ് തൊണ്ടമുളക് എന്നാണ് പറയുന്നത്. സാമ്പാറിലൊക്കെ ഇടില്ലേ ആ മുളകും. നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ കരിവേപ്പില കിട്ടിയിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കേട്ടോ. കരിവേപ്പില ആണ്, നിങ്ങൾ കറിവേപ്പില എന്നാണ് പറയുന്നത്. ഞാൻ കറിവേപ്പില എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പറയുകയാണെങ്കിൽ കറിവേപ്പില എന്ന് പറയും കേട്ടോ. ഒരു ഫ്ലോയിലാണ് പറയണമെങ്കിൽ കരിവേപ്പില എന്ന് പറയും കേട്ടോ. അങ്ങനെ പണ്ടൊക്കെ അമ്മ പറയില്ലേ, കരിവേപ്പില എടുത്തിട്ട് വരും, അപ്പുറത്തെ വീട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ അമ്മ വലിയവിടെ വീട്ടിൽ പോയി ഒന്ന് കരിവേപ്പില എടുത്തിട്ട് വരും എന്നൊക്കെ പറയില്ലേ. അത് കേട്ടിട്ട് കരിവേപ്പില അങ്ങനെ ആയി കേട്ടോ ഫ്ലോയിൽ. അപ്പോൾ പിന്നെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. ഇത് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഇളക്കി സ്പൂണിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കും. തിളച്ചല്ലോ, ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി തിളച്ചതിന് ശേഷം അടച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ മീനൊക്കെ റെഡിയായി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചായയും കൂടി അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി കുടിച്ചാണ് നിങ്ങളടുത്ത് സംസാരിക്കണത്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മൾ വെക്കുന്ന പയറ് തോരനാണ്. പയറ് തോരൻ കുനൂനാന്ന് അരിയണം എന്നാണ്, പക്ഷേ ഞാൻ ഇത് കുനൂനാന്നല്ല കേട്ടോ, മുട്ടം പീസുകളായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പാനിലിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു, ചൂടുവെള്ളം. അപ്പം കുറച്ച് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി കൂട്ടൊക്കെ ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പയറിനിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ള ആനയ്ക്ക്? ആനയ്ക്ക് എന്തൊക്കെയാണുള്ളത്? ചെവി, 2 കൊമ്പ്, 2 കാല്, 2 നീട്ട വാലി, എല്ലാം. തുമ്പിക്കൈയുണ്ടോ? തുമ്പിക്കൈയുണ്ട്, എല്ലാം ഉണ്ട്. കൊമ്പുണ്ടോ ആനയ്ക്ക്? ആനയ്ക്ക് കൊമ്പില്ലല്ലോ മക്കളെ. ആനയ്ക്ക് കൊമ്പുണ്ടോ? എത്ര നീളമുള്ള കൊമ്പാണുള്ളത് ആനയ്ക്ക്? 2. വലിയ നീളാണോ ആനയ്ക്ക്? ആന എന്ത് കളറാണ് പൊന്ന? ആനയ്ക്ക് ഇല കളർ വെച്ചു. ഇല കളർ. അല്ല മുത്തേ, ആനയുടെ കളർ എന്താണ്? നീലയാണോ, ഓറഞ്ചാണോ, ബ്ലാക്ക് ആണോ, വൈറ്റ് ആണോ? കറുപ്പ് കളർ, ബ്ലാക്ക് അതാണോ, വൈറ്റ് ആണോ? ഏത് കളറാണ്? ആനയുടെ കളർ ഓറഞ്ചാ. ഓക്കെ, ആനയുടെ ഓറഞ്ച് കളർ. ആന ഇവിടെ മൊത്താണ് നീ നമ്മുടെ സ്വന്തം കുട്ടനോണം നീ നമ്മളെണ്ടി കെട്ടിപ്പിച്ച് പോകുമല്ലോ. മക്കൾ ആനയുടെ കളർ എന്തോന്ന് പറഞ്ഞ? ആനയുടെ കളർ ഓറഞ്ചാണോ പൊന്നി? ബ്ലാക്ക് അല്ലേ പൊന്നി? ബ്ലാക്ക് ആണ് ആനയുടെ കളർ കേട്ടാ. ഇനി ഓറഞ്ച് എന്ന് പറയോ? ഓറഞ്ച് ഇല്ല, അയ്യോ ഓറഞ്ച് അല്ല, ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ് നമ്മുടെ ഹെയറിന്റെ കളറില്ലേ, അതാണ് ആനയുടെ കളർ. മോനൂട്ടിന് ചെറിയൊരു കോൾഡൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം അവന് നല്ലൊരു സുഖം കിട്ടില്ലേ. നല്ല മഴയും പുറത്ത് കേട്ടോ. അപ്പോൾ പിന്നെ അവനാണെങ്കിൽ കുറച്ച് ബോക്സസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് വച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ബോക്സാണ്. ഇതെനിക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ വീഡിയോയിൽ. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാവേ. നല്ല ബോക്സാണ്. നമുക്ക് വെജിറ്റബിൾസൊക്കെ, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് വെക്കാം, ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില കഴുകിയിട്ട് അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ല യൂസാണ്. അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അവൻ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ അവനും ഒരു ഹാപ്പി ആവും. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ടൈം അവരും ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. പിന്നെ കുറേ നേരം എൻ്റെ അടുത്തിനെ പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അടപ്പാണ്, ബോക്സാണെന്നൊക്കെ. അതൊക്കെ നമ്മൾ കേൾക്കണം, ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് അടി വരും കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തണുപ്പിച്ച് കൊടുത്ത്. പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാനുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല, 7 days ആണ്. അപ്പം അതിൻ്റെ ടാബ്ലറ്റും ഞാൻ കഴിച്ച് തണുപ്പിച്ചിട്ടാണ് കഞ്ഞി കൊടുത്തത് കേട്ടോ. അപ്പോൾ അവൻ തൊട്ടിട്ട് ചൂടുണ്ടെന്ന്, ചെറിയ ചൂടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ അടുത്തതിന് നിൽപ്പുണ്ട് കേട്ടോ.
എന്നിട്ട് പിന്നെ അവൻ കഞ്ഞി കുടിക്കുന്നുണ്ടോ, ഞാൻ ചൂടുണ്ടോ എന്ന് ഒന്നും കൂടി നോക്കി കേട്ടോ. അപ്പോൾ ചൂടൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ ഓരോന്നും പറയും കേട്ടോ ചൂടാണെന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ ചൂടൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് കൊടുക്കണത്. ചൂടൊന്നും ഇല്ല. പിന്നെ കുറച്ച് ആക്ഷൻസ് ആണ് കേട്ടോ, ആറ്റി കുടിക്കുന്ന പോലെയൊക്കെ കാണിക്കും കേട്ടോ. പിന്നെ ഞാൻ ടാബ്ലറ്റ് എടുത്തു. ഇനി എനിക്ക് ഊണ് കഴിക്കണം. തല ഇന്ന് വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മേല് കഴുകി ഞാൻ 2 നേരം, അത്രയ്ക്ക് ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കഞ്ഞി കൂടി മേളമാണ്. ഇത് കുറേ നേരം നീണ്ടു നിൽക്കും കേട്ടോ ഇങ്ങനെ. കുടിച്ചോ മതി കണ്ണാ, പതുക്കെ കുടിച്ചോട്ടാ. പിന്നെ പാത്രം കഴുകണ ജോലിയാണ്. ഇതൊരു 3ാമത്തെ തവണയാണ് കേട്ടോ പാത്രം കഴുകണത്. എത്രയൊക്കെ ഉണ്ട് കുറച്ചുണ്ടാക്കിയാലും പാത്രം കഴുകണ മാത്രം കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല കുടംപുളി ഇട്ട മീനും തൊണ്ടമുളകും തക്കാളിയൊക്കെ ഇട്ട നല്ല മീൻ കറിയും, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാർ, നാരങ്ങ അച്ചാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പയർത്തോരൻ. അങ്ങനെ ഇനി കഴിച്ചിട്ട് മേല് കഴുകിയിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബോക്സസ്, ആ ബോക്സസിൻ്റെ കൂടെ വാങ്ങിച്ച ബോട്ടിൽസാണ്, ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ. ഞാനിതിപ്പോൾ കഴുകി ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നല്ലതാണ്, നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം, മറ്റേതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. വേണമെന്നുള്ളവർ നോക്കിക്കോളൂ കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെളിയിൽ നല്ല മഴ, അതാണ് വോയിസ് കൊടുക്കണത് ഇങ്ങനെ കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചൊരു സാരി ഉണ്ട് കേട്ടോ. 2 സാരി ഉണ്ട്, പറ്റുമെങ്കിൽ 2 ഞാൻ കാണിക്കാം. അടിപൊളി സാരിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്, കുറേ നാളെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.